ഇനി കുരുപൊട്ടലാണ് കാണണമെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പത്തായത്തി നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് മൂന്നാറിൽ നിന്ന് വരും എന്ന് പറയുന്ന പോലെയാണ് ഉദ്ഘാടനത്തിന് ഒരു നടിയുണ്ടെങ്കിൽ ഇവന്മാർ ഉഗാണ്ടേന്നും വരും. ജെയിംസ് കാമറോൺ പോലും ഓർക്കാത്ത സെറ്റ് ചെയ്യാത്ത ആംഗിളിലൂടെയാണ് ഇവന്മാര് നടിമാരെ സെറ്റ് ചെയ്ത് വീഡിയോ ആക്കി വിടുന്നത്. എന്നിട്ട് ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് കാണാം, നാണമില്ലേ, മാനമില്ലേ, സ്ത്രീത്വമില്ലേ, അഭിമാനമില്ലേ, ഈ വീഡിയോയുടെ ഫുൾ ലിങ്ക് ഇല്ലേന്ന്. അല്ലെങ്കിൽ നടിമാരുടെ ഡ്രസ്സിലാണല്ലോ ഇവരുടെ അഭിമാനവും നാണമൊക്കെ ഇരിക്കുന്നത്. വേറെ ചിലരുണ്ട്, ഈ സമന്തയെ കൊണ്ട് സാരി ഉടുക്കാൻ പഠിപ്പിക്കുന്ന അമ്മായിമാരും തമനെ കൊണ്ട് നൈറ്റി ഇടാൻ പറയുന്ന അമ്മാവന്മാരും. പിന്നെ തമനെ നൈറ്റി ഇട്ട് റേഷൻ കട അരി മേടിക്കാൻ പോവാണല്ലോ, അത് ഐറ്റം ഡാൻസ് ആണ് മിസ്റ്റർ. ഈ അമ്മാവന്മാർ ഈ കമന്റ് ഇട്ടിട്ട് നേരെ പോകുന്നത് എവിടേക്കാന്ന് പറയും, യൂട്യൂബിലേക്ക് ഈ ഡാൻസ് കാണാൻ. അപ്പൊ ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ തെറ്റ് കണ്ടുപിടിക്കാനാന്ന്. 1-2 പ്രാവശ്യം കാണുന്നതൊക്കെ തെറ്റ് കണ്ടുപിടിക്കാനാന്ന് പറയാം. ഈ 56 വയസ്സുള്ള കള്ളക്കളവൻ ഇത് 86 പ്രാവശ്യം ഇരുന്ന് കാണുന്നത് എന്തിനാ? അത് തന്നെ ഒരു തെറ്റല്ലേ ചേട്ടാ? അല്ലെങ്കിലും തെറ്റ് ചെയ്യാത്തവരെ ആരുണ്ട് പോകുന്നാണല്ലോ നമ്മുടെ പഴഞ്ചൊല്ല്. നമ്മൾ ഇമോഷനെ കുറിച്ച് പറഞ്ഞല്ലോ. സന്തോഷം എന്ന് പറയുന്ന ഒരു വികാരത്തെ നമ്മുടെ പഴയ കാലത്ത് അച്ഛന്മാര് പ്രകടിപ്പിക്കുകയില്ല. ബിഗ് ബിയിലെ മമ്മൂക്കയെ പോലെയാണ് അവര്. ദേഷ്യം വന്ന ഒരു നോട്ടവും സന്തോഷം വന്ന ഒരു മൂളലും. പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയെന്നും പറഞ്ഞിട്ട് അച്ഛന്റെ മുന്നിൽ പോയി പറഞ്ഞപ്പോ അച്ഛൻ സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? എന്നിട്ട് റൂമിനകത്തോട്ട് ഒറ്റ പോക്ക കഥ അടച്ചിട്ട് പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയത് ഡാൻസ് കളിക്കുക. എന്നാൽ ഇതേ ഡാൻസ് എന്റെ മുമ്പിൽ കളിച്ചാൽ എനിക്ക് ഇച്ചിരി സന്തോഷമാവൂലേ? അത് സമ്മതിക്കൂല. അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ. എന്നാൽ ഇതേ മാർക്കിനെ കുറിച്ച് അച്ഛൻ 2 അടിച്ചിട്ടിരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നെങ്കിൽ പിന്നെ അച്ഛൻ അമരത്തിലെ മമ്മൂക്കയാവും. ആ തുറ മുഴുവൻ പറഞ്ഞു നടക്കും, എന്റെ മോളെ പരീക്ഷ പാസ്സായി കേട്ടാ, ഞാൻ അവളെ ഡാക്ടറാകാൻ വിടുകയാണ് എന്ന്. ഈ അച്ഛന്മാരെ പോലെയാണ് ചില ഭർത്താക്കന്മാര്. ഇവരുടെ സ്നേഹവും ദൈവവും ഒരുപോലെയാണ്. ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇനി കരഞ്ഞ് കാല് പിടിച്ചാൽ ചിലപ്പോ ദൈവം നമുക്ക് കാഴ്ച തരുമെങ്കിലും ഇവരുടെ സ്നേഹം നമുക്കത് കാണാനേ പറ്റൂല. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അയൽക്കാരുടെ ജനലിൽ കൂടെ നോക്കണമെന്ന് പറയുന്ന പോലെയാണ് സ്വന്തം ഭർത്താവിന്റെ സ്നേഹം അറിയണമെങ്കിൽ പുള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പ്, 10ാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ചാറ്റ് എടുത്ത് നോക്കണം. അതിലെ പെണ്ണുങ്ങളോടുള്ള മെസ്സേജ് കാണണം എന്റെ പൊന്നു ചേട്ടാ. ഉണ്ടോ, ഉറങ്ങിയോ, കഴിച്ചോ, റെസ്റ്റ് എടുത്തോ? ഇവിടെ ഞാൻ കിഡ്നി മാറ്റി വെച്ച് കിടക്കുവാണെങ്കിലും പറയും പോയി ചട്നി അരയ്ക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രകടിപ്പിക്കാത്ത സ്നേഹം സത്യം പറഞ്ഞ മൂത്രത്തി കല്ല് പോലെയാ. നമുക്ക് കാണാൻ പറ്റൂലെങ്കിലും അതിന് ഭയങ്കര വേദനയായിരിക്കും. ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഇമോഷൻസും എനിക്ക് റീൽസിലൂടെ അയക്കി. ഇപ്പൊ അങ്ങനെയാണല്ലോ, റീൽസ് അയച്ചിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ പറയണേ. പുള്ളി അയച്ച റീൽസിൽ നിന്ന് എനിക്ക് ഏകദേശം എല്ലാ വികാരങ്ങളും പിടികിട്ടി. പക്ഷേ ഏത് വികാരം ഉദ്ദേശിച്ചുകൊണ്ടാണ് പുള്ളി ഈ അലൻ ജോസ് പെരേരയുടെ റീൽ അയച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതുപോലെയുള്ള വേറൊരു വികാരമാണ് പേടി. പേടി നമുക്ക് നന്നായിട്ട് ഒളിപ്പിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, വല്ല കുഴപ്പമുണ്ടോ? പക്ഷേ നിങ്ങൾ കാതോർത്ത് നോക്കിക്കേ, ഒരു കുളമ്പടി ശബ്ദം കേൾക്കാം. അത് കുതിരയുടെ അല്ല, എന്റെ മുട്ടുകാലി കിടന്നിടിക്കുന്നതാ പേടിച്ച് വിറച്ചിട്ട്. ഈ പേടി നമ്മൾക്ക് ശരിക്കും ഉണ്ടാവുന്ന ഒരു വികാരമല്ല, അത് ചെറുതിലെ നമ്മളെ ഉണ്ടാക്കുന്ന വികാരമാണ്. കുഞ്ഞുനാളില് വിശപ്പില്ലായ്മ കൊണ്ടോ രുചിയില്ലായ്മ കൊണ്ടോ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഈ മക്കളെ അമ്മമാർ ആനയ്ക്ക് കൊടുക്കുന്ന ഉരുള പോലെ ഉരുളയിട്ട് വായിൽ ഇട്ടിട്ട് പറയും, കോക്കാച്ചി വരും ഇറക്കിക്കോന്ന്. കോക്കാച്ചി ആരും കണ്ടിട്ടില്ലെങ്കിലും എല്ലാരും ചോറുണ്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിന്റെ അന്നദാതാവായി മാറി ആ കോക്കാച്ചി. ഈ പേടി പോലെ തന്നെയുള്ളൊരു വികാരമാണ് ദേഷ്യം. നമുക്ക് ദേഷ്യത്തെ പല്ലുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കേട്ടിട്ടില്ലേ ദേഷ്യം കടിച്ചമർത്തിന്ന്? ഈ ദേഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള ജീവി ആരാന്നറിയോ? അത് അക്ഷയ സെന്ററിലെ ചേച്ചിയാ. പുള്ളി എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. വന്നവരോടും പോയവരോടും ഒക്കെ ദേഷ്യമാ. എനിക്ക് തോന്നുന്നു ഈ ദേഷ്യത്തിന്റെ ശതമാനം വെച്ചിട്ടാണ് ഇവർക്ക് ശമ്പളം കിട്ടുന്നതെന്ന്. ഈ ദേഷ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം എന്നുള്ളൊരു വികാരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ ദേഷ്യ പക്ഷിയുടെ പേര് വിളിച്ച് പലരെയും വിളിക്കുന്നത്. അടുത്തുള്ളൊരു വികാരമാണ് സങ്കടം, വേദന, വിഷമം എന്നൊക്കെ പറയുന്ന ഒരു വികാരം. എല്ലാരും പറയുന്നത് എന്താണെന്നറിയോ? വിരഹവേദനയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന്. ആണോ? അല്ല, അവന്റെ കൈ കതകിന്റെ ഇടയിൽ പോയി കാണില്ല, അല്ലെങ്കിൽ അവന്റെ ചെറുവിരൽ കട്ടിലിന്റെ കാലിൽ ഇടിച്ചു കാണില്ല, അതുകൊണ്ട് അവൻ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ശരിക്കും സങ്കടമുള്ള ജീവിതത്തിലെ ഒരു സന്ദർഭമാണ് ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ പറഞ്ഞു വിടുന്ന ഒരു സീന്. നമ്മുടെ കല്യാണത്തിന് വന്ന കല്യാണ ചക്കം മുതൽ കാറ്ററിംഗ് ചക്കം വരെ ചിലപ്പോൾ ഇരുന്ന് കരഞ്ഞു പോകും ആ സീന് കണ്ടിട്ട്. കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരി 1.5 മണിക്കൂർ പന്തലിൽ നിന്ന് കരഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും വീട്ടുകാരെ വിട്ടു വന്ന വിഷമം കൊണ്ടാന്ന്. പിന്നെ 10 തവണ ഒളിച്ചോടി പോയി 11ാമത്തെ പ്രാവശ്യം ഇവര് പിടിച്ച് കെട്ടിച്ചിട്ട് ഇവക്ക് എന്ത് വിഷമം ഉണ്ടാവാനാ? എന്നാലും ഞാൻ ആലോചിക്കുന്ന അതല്ല,
ഈ ഒളിച്ചോട്ടം സക്സസ് ആവാത്തത് കൊണ്ടാണോ അതോ ഈ ഒളിച്ചോടി ചെക്കനെ തന്നെ കെട്ടേണ്ടി വന്നല്ലോ എന്ന് ആലോചിച്ചിട്ടാണോ ഇവള് കരയുന്നത്? എന്തേലും ആവട്ടെ. നമ്മൾ ഇമോഷൻസ്, അതായത് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമുക്ക് വളരെ നല്ല കാര്യമാണ് അല്ലേ? ഈ ഇമോഷനെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരും, പക്ഷെ മോഷൻ നിയന്ത്രിക്കാൻ പറ്റൂല. ഇമോഷൻ നിയന്ത്രിച്ച നമ്മുടെ ജീവിതം മാറും, മോഷൻ നിയന്ത്രിച്ച ജീവിതം നാറും. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് കൃത്യമായ ഇമോഷൻസ് എല്ലാവരും പുറത്ത് കാണിക്കുക, പ്രകടിപ്പിക്കുക. പിന്നെ ഇത്രയും നേരം ഞാൻ വികാരത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടും എന്റെ പൊന്നണ്ണ നിങ്ങൾ ഈ നിർവികാരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, എന്താ എന്തെങ്കിലും മോഷൻ പ്രശ്നം? നത്തിങ്. ഓക്കെ, ബൈ. നന്ദി, നമസ്കാരം.